ചക്കുവള്ളം പഞ്ചായത്ത് പരിധിയിൽ വയറിളക്ക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധന ആരംഭിച്ചു. വൃത്തിയും ശുചിത്വവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകും. ഹോട്ടലുകൾ, മറ്റ് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഉപ്പുതറ ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ചക്കുവള്ളം പഞ്ചായത്ത് പരിധിയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വയറിളക്ക രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ ഹോട്ടലുകൾക്കും, റെസ്റ്റോറന്റുകൾക്കും മറ്റ് ഭക്ഷണശാലകൾക്കും പ്രാഥമിക പരിശോധന നടത്തി ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ആന്റണി കെ.ടിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ബ്ലോക്ക് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള സ്ക്വാഡ്, ചക്കുവള്ളം, ഇരട്ടയാർ പഞ്ചായത്തുകളിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് അണക്കര ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. നിർദ്ദേശങ്ങൾ ലംഘിക്കുകയും മോശമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ആന്റണി കെ.ടി പറഞ്ഞു. അണക്കരയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുകയും വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഒരു നിർദ്ദേശങ്ങളും നോട്ടീസും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചക്കുവള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ആളുകൾക്ക് വയറിളക്ക രോഗം റിപ്പോർട്ട് ചെയ്തതായി അവർ സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് ആണ് ഉപ്പുതറ ബ്ലോക്ക് CCയിൽ നിന്നും ഞങ്ങൾ എത്തുകയും കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ ഇന്ന് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം ആവശ്യമായ നിർദ്ദേശങ്ങളും തുടർ നിയമ നടപടികളും സ്വീകരിക്കുന്നതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ പഞ്ചായത്ത് പരിധിയിൽ കർശനമായ മിന്നൽ പരിശോധനകൾ നടത്തുന്നതാണ്. 2023 കേരള പൊതുജനാരോഗ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതോ അങ്ങേയറ്റം മോശമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതോ ആയ സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകാതെ തന്നെ ലൈസൻസ് റദ്ദാക്കുന്നതും സ്ഥാപനം അടച്ചുപൂട്ടുന്നതും കനത്ത പിഴ ഈടാക്കുന്നതും ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അണക്കര.